ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യമോടെ പുരോഗമിക്കുകയാണ്. കടുവയ്ക്ക് അവശതയുണ്ട്. ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട്. അതേസമയം കടുവയുടെ കാലിൽ പരിക്കുണ്ട്. ആ പരിക്ക് ഗുരുതരമാണ്. ആ മുറിവ് വ്രണമായി മാറുന്നു. എന്തായാലും എത്രയും പെട്ടെന്ന് ദൗത്യം പൂർത്തീകരിക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം സമയം വൈകുന്നതുകൊണ്ട് ഇനി ഇരുട്ട് പരന്നു കഴിഞ്ഞാൽ മയക്കുവെടി വെക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. ജെയിൻ ആ ദൗത്യം നടക്കുന്ന സ്ഥലത്ത് നിന്നും തുടരുന്നുണ്ട്. ജെയിൻ, ദൗത്യം ഉടൻ തന്നെ മയക്കുവെടി വെക്കുമോ? എന്തായി അവിടുത്തെ കാര്യങ്ങൾ? തീർച്ചയായിട്ടും മയക്കുവെടി വെക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ നിൽക്കുന്ന സ്ഥലത്ത് അതിന് സമീപത്ത് തന്നെയാണ് ഈ കടുവയുള്ളത്. അപ്പോൾ വെറ്റിനറി ഡോക്ടർമാരടങ്ങുന്ന വെറ്റിനറി ഓഫീസർമാരടങ്ങുന്ന സംഘമാണ് ആ നിൽക്കുന്നത്. അവർ കടുവയുടെ അടുത്തേക്ക് പോകാനുള്ളൊരു ശ്രമമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് അവർ ഈ കടുവ അതിന് സമീപത്ത് ഏതാണ്ട് 100 മീറ്റർ അകലെയായിട്ടാണ് കടുവയുള്ളത്. അപ്പോൾ അതിന് സമീപത്തേക്ക് പോകാനായിട്ടുള്ളൊരു ശ്രമം അവർ നടത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ദൗത്യം ആരംഭിക്കും എന്നാണ് കരുതുന്നത്. നിങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്നവരാണോ? കടുവയെ മയക്കുവെടി വെക്കുന്നത് ആശ്വാസമാണോ? ആശ്വാസം തന്നെയാണ്. അതെങ്ങനെയും ഇവിടുന്ന് കൊണ്ടുപോകണം. എല്ലാവരും ഭീതിയിലിരിക്കുന്ന ആൾക്കാരില്ല. ഇത് ഒരു 2 ആഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അല്ലെ ഇതെങ്ങനെയും കൊണ്ടുപോകണം. അതാണ് എല്ലാവരും താല്പര്യം. ഇതിപ്പോൾ സ്ഥിരം ഇവിടെ കടുവയുടെ സാന്നിധ്യം ഉണ്ടോ? അതോ ഈ കടുവ കുറവായിട്ടൊന്നല്ല. ആദ്യം ഇപ്പം ഈ കടുവ തന്നെയാണ്. ഈ 2-3 മാസത്തോളം ഇവിടെ നിൽപ്പുണ്ട്. 4-5 പശുവിനെ അടിച്ചിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. പശുവിനെ വളർത്തിയാലും ആടിനെ വളർത്തിയാലും എന്തും വലിയ ഇതാണ്, പാടാം. ഈ ആൾക്കാർ പണിക്ക് പോകുന്നതും സ്കൂൾ പിള്ളേരും എല്ലാം സ്കൂൾ അവധി. ഇപ്പം 2 ദിവസം അവധിയായിരുന്നു. ഇപ്പം ഈ ആൾക്കാർ തന്നെ ഇപ്പോൾ 8 മണിക്കാണ് പണിക്ക് പോകുന്നത്. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. എന്തായാലും 2 ദിവസമായിട്ട് ജോലി ഇല്ലെന്ന് തോന്നുന്നു ഈ ഭാഗത്ത്. അതെ, പോകും, ജോലിക്ക് പോകുന്നുണ്ട്. നേരത്തെ വന്നേക്കും. അല്ല, തോട്ടം തൊഴിലാളികൾ ഇപ്പോൾ തേയില എടുക്കാനായി അതെ പോകുന്നുണ്ട്. രാവിലെ പോയിട്ട് നേരത്തെ വന്നേക്കും. 8 മണിക്ക് പോവുക, അതിൻ്റെ സമയം കഴിഞ്ഞിട്ട് വരിക. എന്ന് വെച്ചാൽ 6 മണിക്ക് പൊയ്ക്കൊണ്ടിരുന്നു. ഇപ്പം വേറെ സമയമില്ല. ഉണ്ട് കടുവ ഉണ്ട് എന്ന് പറയുന്നത് തേയില അല്ല ഏലമൊക്കെ നിൽക്കുന്ന ഭാഗം എന്നാണ് പറയുന്നത്. അവിടെ നിങ്ങൾ പോകാറുണ്ടോ? അവിടെ എന്താ? അവിടെ ഏലക്കാടുണ്ട്. അവിടെ പണിക്ക് പോകുന്നുണ്ട് ആൾക്കാർ. അവിടെ വെള്ളമുണ്ട്. ചെതമ്പിൽ കിണറുണ്ട്. വെള്ളം കൊടുക്കാൻ അവയിൽ അനുസരിക്കുന്ന ആൾക്കാർ അങ്ങോട്ടാണ് പോകുന്നത് വെള്ളം കൊടുക്കാം. വിറകിന് പോകുന്നുണ്ട്. ഈ കൂടെ എപ്പോഴും സഞ്ചാരം ഉണ്ട് ആൾക്കാർ. വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ ഒരുപാട് കുറ്റിക്കാടുള്ള സ്ഥലമാണോ? അതന്നെ, ഏലക്കാടുള്ള കുറ്റിക്കാട് മാത്രം. ഏലക്കാട് അവിടെ പണിയുന്ന ആൾക്കാരുണ്ട്. പണിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഏലക്കാട്ടിൽ പണിയുന്ന ആൾക്കാരുണ്ട്. ഈ മയക്കുവെടി വെക്കാൻ അങ്ങോട്ട് പോകണമെങ്കിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഏത് വഴിയായിരിക്കും പോകുക? ആ വഴി തന്നെ പോകണം. അത് തന്നെ ഒറ്റ വഴിയേ ഉള്ളൂ. ഒറ്റ വഴി തന്നെ പോകണം. ആ നടുക്കല്ലേ കിടക്കുന്നത്. ആ മരത്തിൻ്റെ ചുവട്ടിലാണ് കിടക്കുന്നത് സാധനം. ഈ ഇന്നിപ്പം അങ്ങോട്ട് വെള്ളം എടുക്കാനൊന്നും ആരും പോയിട്ടില്ല. വെള്ളം എടുക്കാൻ പോയിട്ടില്ല. വെള്ളം എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. വെള്ളം പോയിട്ടില്ല. വെള്ളം എടുക്കാൻ ആരും പോയിട്ടില്ല. അതായത് ആളുകൾ പറഞ്ഞതനുസരിച്ച് അങ്ങോട്ടേക്ക് ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. ആ വഴിയിലൂടെ വേണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അതിന് സമീപത്തേക്ക് പോകാൻ എന്നുള്ളതാണ്. ഇപ്പോൾ ഷീൽഡൊക്കെ ഒരുക്കിക്കൊണ്ട് അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിന് സമീപത്ത് അതിൻ്റെ തൊട്ടുമേളിൽ നമുക്ക് കാണാൻ കഴിയും അവിടെ ലയങ്ങളാണ്. അതിന് സമീപത്തൊക്കെ കുട്ടികളടക്കം അവിടെയുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചൊക്കെ അവർക്ക് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി വലിയ ഭീതിയിലായിരുന്നു. കാരണം കടുവ തൊട്ടടുത്ത് കിടക്കുന്നു. അത് വേട്ടയാടി മറ്റ് മൃഗങ്ങളെ വേട്ടയാടി ഇര തേടാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എളുപ്പം കിട്ടുന്ന എന്തിനേയും ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വനംവകുപ്പ് ഇത്തരമൊരു ദൗത്യം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വെറ്റിനറി ഓഫീസർമാരുടെ ഒരു സംഘം അവിടെയുണ്ട്. DFOയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 10-30ഓളം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ കടുവ കിടക്കുന്നതിൻ്റെ ചുറ്റുഭാഗത്തും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിട്ടുണ്ട്. കാരണം മയക്കുവെടിയോ ഏറ്റതിന് ശേഷം ആദ്യ 10 മിനിറ്റുകളിൽ ഒരുപക്ഷെ കടുവ ദൂരസ്ഥലങ്ങളിലേക്ക് പോകാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ചുറ്റും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സമീപത്ത് ലയങ്ങളിൽ ആളുകളുണ്ട്. അവർ താമസിക്കുന്ന സ്ഥലമാണ്. അവരോട് ഈ ദൗത്യം നടക്കുന്ന ഭാഗത്തേക്ക് വരരുത് എന്ന ഒരു മുൻകരുതൽ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഈ ദൗത്യം ആരംഭിക്കും എന്നാണ് കരുതുന്നത്. 6 മണിക്ക് മുമ്പ് തന്നെ ഈ മയക്കുവെടി വയ്ക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് നേരത്തെ DFO പ്രകടിപ്പിച്ചത്.
തീർച്ചയായും ദൗത്യ സംഘം എത്രയും പെട്ടെന്ന് ആ ഒരു ദൗത്യം പൂർത്തീകരിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ്. ജെയിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. കാരണം അവരുടെ ഉപജീവനമാർഗം തൊഴിലിന് പോകാൻ പറ്റുന്നില്ല, വീടിന് പുറത്തേക്ക് വിശ്വസിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. സ്കൂളിലും ദിവസങ്ങളായി അവധിയായിരുന്നു അല്ലേ? 3-ാം തീയതിയാണ് ഈ കടുവയെ കാണുന്നത്. അതിനുശേഷം അന്ന് കണ്ടത് ഈ ഗ്രാമ്പി LP സ്കൂളിന് സമീപത്ത് വെച്ചായിരുന്നു ഈ കടുവയെ കണ്ടത്. ആ സമയത്ത് ഏതാണ്ട് 12-12:30 സമയമാണ്. ആ സമയത്ത് തൊട്ടടുത്തുള്ള സ്കൂളിൽ കുട്ടികളുണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും അതൊരു സുരക്ഷാ ഭീഷണിയായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ രക്ഷിതാക്കളടക്കം ആവശ്യപ്പെട്ടു ഈ സ്കൂളിന് അവധി നൽകണം എന്നുള്ളത്. അതനുസരിച്ച് പിറ്റേ ദിവസം സ്കൂളിന് അവധിയായിരുന്നു. പക്ഷെ അന്ന് കടുവ ഉണ്ടായിരുന്നത് ഇതിൻ്റെ മറുവശത്തായിരുന്നു. പക്ഷെ അതിനുശേഷം അന്ന് അവിടെ കൂട് സ്ഥാപിച്ച് എങ്ങനെയെങ്കിലും ഈ കടുവയെ പിടികൂടാനൊരു ശ്രമം വനംവകുപ്പ് നടത്തിയിരുന്നു. പക്ഷെ ആ സമയത്ത് ഈ കടുവ അവിടെ നിന്ന് മാറുകയും പിന്നീട് ഡ്രോണൊക്കെ ഉപയോഗിച്ച് ഒരു തെരച്ചിൽ നടത്തിയെങ്കിലും അതിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്നലെ വൈകുന്നേരം വീണ്ടും ഈ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയിൽ ഈ ഭാഗത്ത് ഈ കടുവയെ കണ്ടെത്തുന്നത്. അതിനുശേഷം ഈ കടുവ അവിടെ നിന്ന് കാര്യമായി സഞ്ചരിച്ചിട്ടില്ല എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 100-300 മീറ്റർ നടന്നിരുന്നു. അപ്പോൾ അതിനുശേഷം ആ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളതാണ്. 3 ദിവസത്തിലധികമായിട്ട് അത് ആഹാരം കഴിച്ചിട്ടില്ല, ഇര തേടാൻ കഴിഞ്ഞിട്ടില്ല.